ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ദുബായ് മാളിൽ വന്നിട്ട് ഒരുപാടായി. അപ്പോൾ ഇന്നൊന്ന് ദുബായ് മാളിലൊന്ന് വരാൻ വിചാരിച്ചു വന്നതാണ്. ചെറിയൊരു വർക്കും കൂടെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ദുബായ് മാളിൽ എന്താ വെച്ചാൽ ബുർജ് ഖലീഫ അവിടെ ചെറിയ വർക്കൊക്കെ നടന്നതിന് ശേഷം പുതിയതായിട്ട് ഓപ്പൺ ആക്കിയത് ഞാൻ വന്നിട്ടില്ലായിരുന്നു. അതൊന്നും കാണും ചെയ്യുക, എൻ്റെ വർക്ക് തീർക്കും ചെയ്യുക വിചാരിച്ച് വന്നതാണ്. അപ്പോൾ പകലുള്ള നമ്മൾ നോർമലായിട്ട് വരില്ല പറഞ്ഞാൽ നൈറ്റിൽ, അതായത് ബുർജ് ഖലീഫയിലുള്ള ലൈറ്റ് ഷോ അതൊക്കെ കാണാനായിരുന്നു. അപ്പം പകൽ ടൈമിൽ വന്ന് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ നടന്നു പോകുമ്പോൾ, അതായത് മെട്രോ ഇറങ്ങി നടന്ന് വാക്ക് ചെയ്ത് പോകുമ്പോൾ ബുർജ് ഖലീഫിൻ്റെ വ്യൂ ആട്ടത് സിൽവർ കളറിൽ കണ്ടില്ല. എനിക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്ന ഒരു ഏരിയ കൂടിയുണ്ട്. അവിടെ കൂടി പോകണമെന്നുണ്ട്, നോക്കാം. കാരണം നമ്മൾ ദുബായ് മാളിൽ വരുമ്പോൾ നല്ല ക്രൗഡ് ഉണ്ടായി. പക്ഷെ ഇപ്പോൾ ആൾ കുറവാണ്. മേ ബി വേണമെങ്കിലും മോർണിംഗ് ടൈം ആയിട്ടേക്കാരം, ഈവനിങ് ആകുമ്പോൾ നല്ല ആൾ കൂടുതലേക്കാരം. നോക്കാം. ഈ സൈഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഒരു ഹാർട്ടൊക്കെ ഉണ്ട്, ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു വേറൊരു ഏരിയ. ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഐ ലവ് ദുബായ്. കം ടു ദുബായ്. പകലിൽ നമ്മൾ ഈ ബുർജ് ഖലീഫ കാണാനാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം എന്താ, നല്ല സിൽവർ കളറിൽ നല്ല തിളക്കമേറിയ നൈറ്റ് ആകുമ്പോൾ എന്താ വെച്ചാൽ ലൈറ്റാണ്, പക്ഷെ പകലിൽ കാണുമ്പോൾ ഉള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് എന്താണോ നമ്മൾ കയറാമെന്നറിയില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവുമെന്ന് പറയില്ലേ. പക്ഷേ എൻട്രി ഫീസ് ഉണ്ട്. ഫ്രീ ആയിട്ടാണെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ കയറി പോയെന്നല്ലേ. നമുക്ക് ഇതിനാക്കണ സാധനം ഓട്ടോമാറ്റിക്കലി വരുന്നത്. ഹൈ, എന്തെല്ലാം മെഷീനല്ലേ. ഹൈ, ഇവിടേക്ക് പോണത് ആമ പോണതിൽ പോണ്. നമ്മൾ ആ ദുബായ് മാളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന് ബുർജ് ഖലീഫിൻ്റെ അടുത്തുള്ള ലൈറ്റ് ഷോ കാണാനുള്ള ആ ബ്രിഡ്ജ് ഒന്ന് ക്രോസ് ചെയ്തത് ഇതിലൂടെ ഇങ്ങനെ പോന്നാൽ നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്തട്ടോ. ഈ സൈഡിൽ കൂടെ ചെറുങ്ങനെ നടക്കാനേ ഉള്ളൂ. അതായത് നോക്കി ബുർജ് ഖലീഫ എടുത്തുന്നുള്ളത് ഏത് സൈഡിൽ നിന്ന് നോക്കിയാൽ ബുർജ് ഖലീഫിൻ്റെ ഈ വ്യൂ കിട്ടൂട്ടെ നമുക്ക്. അത് വേറൊരു ഇത് തന്നെയാണ്. നേരെ ഇതിൽ കൂടെ അങ്ങനെ നടക്കാം, നമുക്ക് ആ സ്പോട്ടിലെത്താം. ഓക്കെ, നേരെ പോയാൽ മതി, എവിടെയും തിരിയണ്ട. ഞാൻ നിങ്ങൾക്കൊരു നല്ലൊരു വ്യൂ കാണിച്ചു തരട്ടെ. നമ്മളെ ബുർജ് ഖലീഫ ക്ലീൻ ആക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. എത്ര പേര് അതുമേലെ നിൽക്കുന്നത്. കയറുമലാണ് ആ തൂങ്ങി നിൽക്കുന്നത്. റബ്ബേ, കാണുന്നുണ്ടോ ചെറിയ ചെറിയതായിട്ട്? അതാണ് ക്ലീനിങ് ആണ്. നല്ല രസമുണ്ട്, ഭംഗിയുണ്ട്. ഇവിടുന്ന് ഫോട്ടോഷൂട്ടൊക്കെ നല്ലതാണ്. ഒരു കവാടം അതിൻ്റെ അടുത്ത് നമ്മൾ വിചാരിച്ചതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ പോകാമെന്നായിരുന്നു. പക്ഷേ എന്തോ കാരണവശാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ അല്ല, മെയിൻ റോഡിൽ കൂടെ വൈകി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ കൂടെ സ്റ്റെയർ കേസ് ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് അങ്ങനെ പോയി ഹൈമാറിൻ്റെ ബാക്കിൻ്റെ കൂടെ കയറിയിട്ട് അങ്ങനെ പോകാമെന്ന് പറയുന്നത്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതായാലും വന്ന് ചെയ്തിട്ട് നോക്കാം. മലയാളത്തിൽ വെള്ളം എടുത്ത് വന്നാൽ മതി കുടിക്കാതെ. ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ അല്ല റബ്ബേ. ഇതിൻ്റെ ഏത് വശത്ത് കൂടെ പോയാലാണ് മെയിൻ റോഡ് കിട്ടുകയെന്ന് അറിയില്ല. ട്രൈ ചെയ്യാം. ഇത് നോക്കിയൊരു വെള്ളച്ചാട്ടം. അവിടെയൊക്കെ ഫ്ലവർ കൊടുക്കുന്നത് ഫോട്ടോഷൂട്ടാട്ടോ. ഔട്ട് സൈഡിലേക്കുള്ള എക്സിറ്റ് കണ്ടുപിടിച്ചു. ഇവിടുന്ന് എങ്ങോട്ടാണെന്ന് അറിയില്ല, ജസ്റ്റ് ട്രൈ. ഏതായാലും നമ്മൾ വന്ന കാര്യം നടത്തിയിട്ട് പോകുള്ളൂ. അങ്ങനെ നമ്മൾ ഔട്ട് സൈഡ് വന്ന് അവിടുന്ന് റൈറ്റ് എടുത്തു. ആ റൈറ്റ് എടുത്ത് അങ്ങനെ പോന്നപ്പോൾ ലാസ്റ്റ് ഫൈനലി നമ്മൾ റീച്ച് ചെയ്യാനായി. കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് നല്ലത് മെട്രോന്ന് ഇറങ്ങി ആയിക്കൂടെ ഉള്ളിലോട്ട് ഒരു 10 മിനിറ്റ് നടക്കുക, അതായിരുന്നു. നല്ല സാരമില്ല. അപ്പോൾ നമ്മളെ വ്യൂ ഇതാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ആ വ്യൂ കിട്ടാറുള്ളത്. ജസ്റ്റ് കറക്റ്റ് ചെയ്ത് നോക്കട്ടോ, നമുക്ക് വിട്ടു നോക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ റീച്ച് ചെയ്ത് കുറച്ച് ടയേർഡായി. കാരണം നടന്ന് ഒത്തിരി ദൂരം നടക്കാൻ തോന്നി എനിക്ക്. കാരണം നമ്മൾ വരുന്ന വഴി ഞാൻ വിചാരിച്ചു ഷോർട്ട് കട്ടാണ് വിചാരിച്ചുകൊണ്ടാണ് അതിലെ പോകുന്നത്. പക്ഷേ ഷോർട്ട് കട്ടല്ലായിരുന്നു, അത് കുറച്ചൊരു ടയേർഡായിട്ടുള്ള വഴിയായിരുന്നു. നേരെ മറ്റേ മെട്രോ ഇറങ്ങിയാൽ അവിടെ നിന്ന് തന്നെ 10 മിനിറ്റ് വാക്കിങ്ങല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ മതിയാവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് സ്പോട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രിഡ്ജ്, അതിൻ്റെ അവിടെ നിന്നുള്ള കുറച്ചൊരു വ്യൂ നോക്കാം. എനിക്ക് ചെറിയൊരു സങ്കടമേ ഉള്ളൂ. നമ്മളെ POD കാർഡ് വെച്ചാണ്ട് എല്ലാത്തിനും ദുബായ് ഫ്രെയിം
അതുപോലെ മ്യൂസിയം ഇതിലൊക്കെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഫ്രീ എൻട്രി കിട്ടി. എന്തുകൊണ്ട് ബുർജ് ഖലീഫയിൽ കിട്ടിയില്ല? കിട്ടിക്കാരം എന്നെങ്കിലും നമുക്ക് ഒരു ദിവസം ഫ്രീ ആയിട്ട് നമ്മൾ ബുർജ് ഖലീഫയിൽ കയറാൻ കിട്ടണേ അത് ലക്കല്ലേ? എങ്ങനെയുണ്ട്? എല്ലാം ഫ്രീ ആയിട്ട് യൂസ് ചെയ്താലേ നമുക്കത് പല്ല് കുത്തിയ മാത്രമേ എന്നാലും വേണ്ടില്ല. ഓക്കെയാണ്. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ അവിടെ എത്താറായിട്ടോ. അങ്ങനെ നമ്മൾ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ അങ്ങനെ വാക്ക് ചെയ്ത് പോവാണ്. അങ്ങനെ ഉണ്ടാക്കി നല്ലൊരു ഏരിയ കേട്ടോ. ഇവിടെ നിന്ന് പറഞ്ഞാൽ കപ്പിൾസിനായിട്ടും ലവേഴ്സിനൊക്കെ ആയിട്ട് ഫോട്ടോഷൂട്ടായിട്ട് വീഡിയോ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇതും കൂടിയാണ്. അതുപോലെ തന്നെ ഒരു ഗാർഡൻ ഏരിയയും കൂടിയുണ്ട്. അതും കൂടി കാണാം. ഗാർഡൻ മീൻസ് ഒരു പച്ചപ്പ്. ഈ ബ്ലൂ കളർ വാട്ടറിൻ്റെ അടുത്ത് ഒരു പച്ചപ്പും കൂടി വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ആ ഐഡിയ ഇവിടെ കിട്ടും. അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞ് അയ്യോ വൈദ്യുതിൻ്റെ ഏരിയ. ഇവിടെ പച്ചപ്പും ഇവിടെ ബ്ലൂ കളർ വാട്ടറും ബ്ലാക്ക് ഫ്ലോറും. എങ്ങനെയുണ്ട്? നല്ലൊരു ഹിഡൻ സ്പോട്ടല്ലേ? അറിയാം നിങ്ങൾക്ക്. ഞാൻ ഐഡിയ തരുമ്പോൾ നിങ്ങൾക്കത് ഉപകരിക്കുമെന്ന് എനിക്കറിയാം. ആണ് നമ്മൾ പറഞ്ഞത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണ ഹിഡൻ സ്പോട്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഹിഡൻ സ്പോട്ടൊക്കെ കണ്ടു. ഇനി നമ്മൾ നേരെ അവിടുത്തെ വേറൊരു ഏരിയയും കൂടിയുണ്ട് കേട്ടോ. ഇവിടുന്ന് നല്ലൊരു ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഏരിയയും കൂടിയാണ്. കാണിച്ചറാം. ഇവിടുന്ന് ഇങ്ങോട്ട് ഓടി വരുന്നതായിട്ട് ആ സ്റ്റെയർ ഇറങ്ങണതായിട്ടുള്ള നല്ലൊരു ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഫോട്ടോ ആട്ടെ വീഡിയോ ആട്ടെ. അതുപോലെ തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ ആ ബുർജ് ഖലീഫിൻ്റെ വ്യൂ ഇതൊക്കെ കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ കയറി പോയി. എന്നാമേ ടയർഡാണ്, അത് വേറെ വിഷയം. സൂപ്പർ. നമ്മൾ കുറച്ചേരം ഇവിടെ ഇരിക്കാം. അല്ല നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല. നമ്മൾ വിചാരിച്ച ഏരിയ കണ്ടു. നല്ലൊരു വ്യൂ കിട്ടി. ചെറിയൊരു വെയിലുണ്ട്. പിന്നെ എൻ്റെ കിതപ്പ്. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പകലായതുകൊണ്ട് മോർണിംഗ് ടൈമൊക്കെ ആയതുകൊണ്ട് എന്താ വെച്ചാൽ ഫോട്ടോ ഫേസ് ഒരു ഡാർക്ക്നെസ്. കാരണം എന്താ വെച്ചാൽ ലൈറ്റിൻ്റെ ചെറിയ എഫക്റ്റ് കുറവ്. ഈവനിങ് ആണെങ്കിൽ നല്ല ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സമയമാണ്. പിന്നെ അതുപോലെ തന്നെ സമയത്താകുമ്പോൾ അത്ര ആളുകളും ഇല്ല. ഞാൻ നോക്കി ഇതിന് മുകളിലാണ് വ്യൂ. അപ്പോൾ വാട്ടർ ഷോ ഒക്കെ ഇവിടുന്ന് നല്ല രസത്തിൽ കാണാം. കണ്ടോ? അപ്പോൾ ഞാനൊരു ഐഡിയ പറയാം. ഞാനിപ്പോൾ വട്ടം ചുറ്റിയാണ്ടാണ് മൂക്ക് പിടിച്ചത്. അതായത് സ്ഥലത്തേക്ക് എത്താനാണ് കുറച്ച് ചുറ്റേണ്ടി വന്നു. അല്ലാതെ എളുപ്പത്തിലൊരു വഴിയുണ്ട് കേട്ടോ. മെട്രോൻ്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ നമുക്ക് അതിലൂടെ ഇങ്ങനെ കയറിയാൽ മതി. ഇപ്പം ഞാനിവിടുന്ന് പുറത്ത് പോണ വഴിയാണ് കാണിക്കുന്നത്. ഇതിലും ഇങ്ങനെ പോരാ. ഈ ഒരു ഇതിൻ്റെ അടുത്താണ് ഈ ഒരു സ്പോട്ടുള്ളത്. ഇത് നോക്കിയേ. വാ, നല്ല രസമല്ലേ? ഒരു അറബിക് കോളിഗ്രാഫി ചെയ്തൊരു അല്ലേ? ലുക്കല്ല, സെയിം. നമ്മളെന്ത് ചെയ്യാം, ഈ സൈഡിൻ്റെ അടുത്ത് കൂടെ ഉള്ള ആ സ്റ്റെയർ കേസ് കയറിപ്പോയാൽ നമുക്ക് എന്ത് ചെയ്യും, നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാം. ഫൈനലി നമ്മൾ അവിടെ നിന്ന് ആ സ്റ്റെയർ ഇറങ്ങി നേരെ വന്നു. റോഡിൽ നിന്ന് നേരെ റൈറ്റ് എടുക്കുക. കുറച്ച് പോയിട്ട് നേരെ മുന്നേ കാണുന്ന സിഗ്നലല്ലാത്ത കുറച്ചുകൂടി മുന്നേ പോയ ഫസ്റ്റ് സിഗ്നലാണ്, രണ്ടാമത്തെ സിഗ്നൽ. ആ സിഗ്നൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മെട്രോ സ്റ്റേഷൻ എത്തും. പക്ഷേ ഇമാതിരി നടത്താൻ ജീവിതത്തിൽ നടന്നോണമെന്ന് എനിക്ക് തന്നെ അറിയില്ല മക്കളെ. നല്ല നടന്നു. ഓക്കെ, അങ്ങനെ ഞാൻ മെട്രോ സ്റ്റേഷനെത്തായി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ദുബായ് മാളിൻ്റെ ഉള്ളിൽ കയറിയാണ് ഞാൻ മെട്രോ സ്റ്റേഷനിൽ പോകണ്ടേ. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ഡേയിൽ ഞാൻ വരാം. അതുവരേക്കും ബൈ. ഇനിയുള്ളൊരാഗ്രഹം എന്താ വെച്ചാൽ ബുർജ് ഖലീഫിൻ്റെ ഉള്ളിൽ കയറണം, അത്രേ ഉള്ളൂ. ദുബായ് മാൾ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഉള്ളിലൂടെ വരുമ്പോൾ ഫസ്റ്റ് ഒരു എക്സിറ്റ് കാണും. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയാൽ താഴെ ഇറങ്ങിയാലും നമുക്കെന്ത് സ്പോട്ട് കിട്ടും. വെറുതെ ദുബായ് മാൾ മൊത്തത്തിൽ നടന്ന് കയറാൻ നിൽക്കണ്ട.